അസ്സലാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈയിടെയായി ഏറെ ചർച്ചകൾക്കും ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കുമൊക്കെ വഴിവെച്ച ഒരു വിഷയമായിരുന്നു ഷേഖ് അബൂബക്കർ കാന്തപുരത്തിൻ്റെ പ്രസ്താവന. സ്ത്രീ പുരുഷ സമത്വം മതത്തിനും ശാസ്ത്രത്തിനും സംസ്കാരത്തിനും എതിരാണ് എന്നായിരുന്നു ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയുടെ പ്രസ്താവന. തുടക്കത്തിൽ ഷേഖ് അബൂബക്കറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ പ്രസ്താവന ഇറക്കുകയുണ്ടായി. എന്നാൽ അവസാനമായിട്ട് പ്രതികൂലിച്ചവരുടെയൊക്കെ നാവ് ഇറങ്ങിപ്പോകുന്ന അവസ്ഥയാണ് നാം കണ്ടത്. പ്രസ്തുത വിഷയം ലളിതമായൊന്ന് പഠന വിധേയമാക്കിയപ്പോൾ എനിക്ക് ബോധ്യമായ ചില സത്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റി, സ്ത്രീ പുരുഷ സമത്വവാദം ജന്തുശാസ്ത്രം അംഗീകരിക്കുന്നേയില്ല. നരവംശശാസ്ത്രമാവട്ടെ യാതൊരു പരിചയവും അതിനുമില്ല. മാനവരാശിയുടെ ഇന്നോളമുള്ള ചരിത്രത്തിൽ എവിടെയും സ്ത്രീ പുരുഷ തുല്യത കണ്ടിട്ടില്ല. കേവല യുക്തിക്കോ അറിവിനോ അനുഭവത്തിനോ ലിംഗസമത്വം ശരിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സാമൂഹിക നേതൃത്വം, മതനേതൃത്വം, ഭരണസാരഥ്യം, യുദ്ധം, വ്യാപാരം, വ്യവസായം, തൊഴിൽ, കല, കായികം തുടങ്ങിയ സമൂഹങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനേകം രംഗങ്ങളിലും മേഖലകളിലൊക്കെ സ്ത്രീ പുരുഷ സമത്വം കാണാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സർവതന്ത്ര സ്വാതന്ത്ര്യം ഉദ്ഘോഷിക്കുന്ന ഒരു പിടി ഫെമിനിസ്റ്റുകൾ മാത്രമാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ അല്ലെങ്കിൽ ആൺ പെൺ സമത്വത്തിൻ്റെ പിന്നിലുള്ളത്. നിങ്ങൾ നോക്കൂ, 2 നൂറ്റാണ്ടിലേറെയായി പാശ്ചാത്യ നാടുകളിൽ സ്ത്രീ പുരുഷ സമത്വമുണ്ട്. അവിടെയൊന്നും സ്ത്രീ വിവേചനം കാണിക്കുന്നില്ല. എന്നിട്ട് എന്തുകൊണ്ട് ആണുങ്ങളെ പോലെ സ്ത്രീകൾ എല്ലാ രംഗത്തും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല? പ്രസക്തവും ഉത്തരമില്ലാത്തതുമായ ചോദ്യമായിട്ട് ഏറെ കാലമായി. അമേരിക്കയിലും ബ്രിട്ടനിലുമൊക്കെ എത്ര വനിതാ പ്രസിഡന്റുമാർ ഉണ്ടായി? ലോകത്തിലെ ഒന്നാംകിട മിലിറ്ററി നിര അമേരിക്കയിലും ബ്രിട്ടനിലുമായിരിക്കെ അതിൻ്റെ തലപ്പത്ത് എത്ര വനിതകളുണ്ട്? സ്വതന്ത്രമായി യുദ്ധം നയിച്ച ചരിത്രം സൃഷ്ടിച്ച എത്ര വനിതകൾ നമുക്ക് പറയാനുണ്ട്? ലോകത്തെ മാറ്റിമറിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സ്ത്രീ അനുപാതം നോക്കിയാൽ എത്രയോ തുലോം കുറവാണ്. കലാകായിക മത്സരങ്ങൾ ഏറെയും സംഘടിപ്പിക്കപ്പെടുന്നത് ആൺ പെൺ വേർതിരിച്ചുകൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനെ നടത്തുന്നത്? ഉത്തരം എല്ലാവർക്കും സുപരിചിതം. കായിക ബലം കൂടിയവരും കുറഞ്ഞവരുമാണ് ഏറ്റുമുട്ടുന്നത്. അതെ, സ്ത്രീ പുരുഷന്മാർ. ഫിസിയോളജിയിലും അനട്ടോണമിയിലും സ്ത്രീയും പുരുഷനും കാര്യമായ മാറ്റങ്ങളുണ്ടെന്ന് സയൻസ് വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. പുരുഷൻ്റെ ബ്രെയിൻ തൂക്കം 1375 ഗ്രാം ആകുമ്പോൾ സ്ത്രീയുടേത് 1260 ഗ്രാം മാത്രമാണ്. പുരുഷൻ്റെ ഹാർട്ടിൻ്റെ തൂക്കം 350 ഗ്രാം ആകുമ്പോൾ സ്ത്രീയുടേത് 250 ഗ്രാം മാത്രമാണ്. കരളിൻ്റെ തൂക്കം 1600 ഗ്രാം ആകുമ്പോൾ സ്ത്രീയുടേത് 1500 ഉള്ളൂ. അതുപോലെ പുരുഷ രക്തത്തിൻ്റെ അളവ് 20% കൂടുതലാകുമ്പോൾ സ്ത്രീയുടേത് 20% കുറവാണ്. അതുപോലെ ചുവന്ന രക്തം പുരുഷന്മാരിൽ 52,000 ലക്ഷമാകുമ്പോൾ സ്ത്രീയിൽ അത് 47,000 ലക്ഷമാണ്. പുരുഷൻ്റെ നാഡി 1 മിനിറ്റിൽ 72 തവണ മിടിക്കുന്നു എങ്കിൽ സ്ത്രീയുടേത് 82 മാറുകയാണ്. ഇതെല്ലാം സ്ത്രീയുടെ വൈകല്യമോ പുരുഷൻ്റെ മിടുക്കോ അല്ല. അള്ളാഹു സംവിധാനിച്ചതിനെ അംഗീകരിക്കുക മാത്രമേ ഇതിൽ നിർവാഹമുള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞതിനർത്ഥം സ്ത്രീ പോരാത്തവളാണെന്നല്ല. രണ്ടുപേർക്കും ചില രംഗങ്ങളിലൊക്കെ പ്രത്യേക കഴിവും മേന്മയുണ്ടായിരിക്കും. 2 കൂട്ടർക്കും പല രംഗങ്ങളിലും കഴിവില്ലായ്മയുണ്ട്. അതൊരിക്കലും അവരുടെ കഴിവില്ലായ്മയോ ന്യൂനതയോ ദൗർബല്യമോ അല്ല. സാമൂഹിക സംഘടനയുടെ ആധാരശിലയാണ് കുടുംബം. അത് മനോഹരമായി മുന്നോട്ട് പോകണമെങ്കിൽ 2 പേർക്കും ദൈവം നൽകിയ വ്യത്യസ്ത കഴിവുകൾ പ്രകടിപ്പിച്ചേ പറ്റൂ.
ഉത്കൃഷ്ടരാവണമെങ്കിൽ ആണുങ്ങളെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പെരുമാറുകയും വേണമെന്ന് ചില അഭിനവ നാസ്തികരും ലിബറലിസ്റ്റുകളും സൃഷ്ടിച്ചതാണ്. പ്രകൃതിയുടെ താളത്തെ തകർക്കുന്ന ഇത്തരം വികൃതികൾക്ക് കനത്ത വില നൽകിയാലും പരിഹാരമാവുകയില്ല. ചുരുക്കത്തിൽ സ്ത്രീക്കും പുരുഷനും രണ്ട് തരം ജീവിത താളങ്ങളുണ്ട്. സ്ത്രീയായിരുന്നു അവരുടെ ധർമ്മങ്ങൾ നിറവേറ്റുക, അതായിരിക്കും ഏറ്റവും കരണീയം. പുരോഗമന വരട്ടുവാദികളുടെ മിഥ്യാഭ്രമങ്ങളുടെ പിന്നാലെ പോകുന്നിടത്ത് സ്ത്രീത്വം തന്നെ കളഞ്ഞു കുളിക്കുന്ന അനുഭവമാണ് നാം കാണുന്നത്.